ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ പറയട്ടെ, ഇത്ര നാളായിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു 3 ആഴ്ച മുന്നേ ഞാനൊരു അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ലിപ് ബാമിൻ്റെ. അപ്പം അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന്. സോ ഞാനത് ഉപയോഗിച്ച് നോക്കി. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം എങ്ങനെ തുടങ്ങിയാലോ? ഇതാണ് നമ്മുടെ ആ സാധനം, ഡീകൺസ്ട്രക്റ്റിൻ്റെ വിറ്റാമിൻ സി റെസറോറിഗ്നോൾ 0.1%, വിറ്റാമിൻ സി 1%, SPF 30+++. ഇതൊക്കെയാണ് ആ ലിപ് ബാമിലുള്ളത്. ഇത് ഏകദേശം ഞാൻ 3 ആഴ്ചയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു. ഞാൻ ഡെയിലി ഞാൻ എൻ്റെ ലിപ്പിൽ നിന്ന് പോകുമ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം എനിക്ക് റിവ്യൂ പറയണമല്ലോ, ലൈക്ക് നമ്മൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് റിവ്യൂ ആണല്ലോ നമ്മളിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ഏകദേശം കഴിഞ്ഞു. ആ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ആ ടിപ്പ് വരെ എത്തി. ഇനി ഇതൊരു ഏകദേശം ഒരാഴ്ചയ്ക്ക് വേണമെങ്കിൽ, ഒരാഴ്ച ഉണ്ടാവും എത്തുമെന്നറിയില്ല. സോ സംഭവം ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ അകത്ത് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ലിപ്സ്. ഇത് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. ഇത് ലിപ്പിലൊരു സാധനം ഇട്ടിട്ടുണ്ടെന്നുള്ള ഫീലിങ്സ് നമ്മുടെ ലിപ്പിന് തരില്ല. ഭയങ്കര ഫീൽ ഗുഡാണ്, ഭയങ്കര കംഫർട്ടാണ് ഇത് യൂസ് ചെയ്യാൻ. ചില ഇത് ഞാൻ മുന്നേ ഏതൊരു വീഡിയോയിൽ മറ്റേ ലിപ്സ്റ്റിക്കിൻ്റെ സ്വാച്ച് ചെയ്യണ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിട്ട് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കംഫർട്ടാണ്, ലിപ് ബാം ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് സ്മെല്ലില്ല. ഇതൊരു വാക്സി കൺസിസ്റ്റൻസിയാണ്. അത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കണ്ടല്ലോ. ഇത് റിവ്യൂവിൽ പറയണ പോലെ തന്നെ ഇതൊരു കണ്ടോ, ഇതൊരു വാക്സി കൺസിസ്റ്റൻസിയാണിത്. സ്മെല്ലില്ല ഇതിനൊരു. അന്ന് എനിക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതൊരു മരുന്നിൻ്റെ ഒക്കെ സ്മെല്ല് പോലെ തോന്നിയെങ്കിലും ഭയങ്കര മൈൽഡായിട്ടുള്ള സ്മെല്ലാണ്. അത് സ്മെല്ലില്ലാത്തൊരു സ്മെല്ല് അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ രണ്ടാമത്തത്, ഇത് ഡ്രൈ ലിപ്സിന് സൂപ്പറാണ്. ഡ്രൈ ലിപ്സിന് നന്നായിട്ട് ഇത് ഉപയോഗപ്പെടും. ചാപ്ഡ് ലിപ്സിനും അത്യാവശ്യം നന്നായിട്ട് ഉപയോഗപ്പെടുന്നുണ്ട് ഈ സംഭവം ഞാൻ രാത്രി ഇട്ട് കിടന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ എക്സ്ഫോളേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് എക്സ്ഫോളേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയുന്നൊരു ടേമാണ് ഇത്, നമ്മുടെ പിഗ്മെൻറ്റേഷൻ കൺട്രോൾ ചെയ്യും അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും എന്നുള്ള പറയുന്ന ഒരു കാര്യം അവർ ഇത് എന്താ പറയുക അഷ്വർ ചെയ്യുന്നൊരു സംഭവമാണ്. സോ അത് അവർ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കിപ്പോഴും കൺഫ്യൂഷനാണ്. ഇത് കണ്ടിന്യൂസ് നമ്മുടെ ഒറിജിനൽ ലിപ്പിൻ്റെ കളർ മാറത്തില്ല. ഇത് തേച്ചുകൊണ്ട് നമ്മുടെ ഒറിജിനൽ ലിപ്പിൻ്റെ കളർ മാറത്തില്ല. ഇനി എന്താ പറയുക, ഇപ്പോൾ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, അങ്ങനെ ലിപ്പ് ഡാർക്ക് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ലിപ്സ്റ്റിക് ഷെയ്ഡുകളൊക്കെ ഒരുപാട് ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് ലിപ്പ് ടാൻ ആവണവരുണ്ടാവും. സോ അതിൻ്റെയൊക്കെ ടാൻ ചെറുതായിട്ടൊരു മൈൽഡ് അളവിൽ ഒന്ന് കുറയ്ക്കും. ഇപ്പം എൻ്റെ ലിപ്സ് തന്നെ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ലിപ് ബാം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാനൊന്ന് എടുത്ത് കാണിക്കാം. ഇതാണ് എൻ്റെ ലിപ്പിൻ്റെ അവസ്ഥ. ലൈക്ക് എൻ്റെ ഈ അപ്പർ ചുണ്ടിൽ ടാൻഡാണ് ഓൾറെഡി. ഈ ലോവർ ചുണ്ടിൽ ഇവിടെയൊക്കെ കുറച്ച് ടാനുകളുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇതിന് മോയ്സ്ചറൈസേഷൻ ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു, ഈ ലിപ് ബാം ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ പേരിലാണോ ഇത് ഈ ലിപ് ബാമിൻ്റെ മാജിക് ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വല്ലാണ്ട് ഇത് നമ്മുടെ ഒറിജിനൽ ലിപ്പ് മാറി, പിഗ്മെൻറ്റഡ് ലിപ്പ് മാറി, നല്ല ചുമന്ന തുടുത്ത് നമ്മുടെ സൂപ്പർ ലിപ്പായിട്ട് നല്ല പിങ്ക് കളറിലുള്ള പ്ലം പോലത്തെ ലിപ്പായിട്ടൊന്നും നമുക്ക് കിട്ടത്തില്ല. പിഗ്മെൻറ്റേഷൻ ഭയങ്കരമായിട്ട് കുറയ്ക്കത്തുമില്ല. നമുക്ക് ഭയങ്കര ഫീൽ ഗുഡാണ്. പിന്നെ 199 റുപ്പീസിന് 4 ഗ്രാംസേ ഉള്ളൂ. സാധാരണ ഞാനൊരു ലിപ് ബാം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് 1 മാസം 2 മാസം 3 മാസമൊക്കെ യൂസ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടാവും. ഇത് ആ നിവ്യ ഒരു ബ്ലൂ നിവ്യ ഫ്ലേവർലെസ്സാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. ഇതെനിക്ക് 3 മാസം കൊണ്ട് പരിപാടി കഴിഞ്ഞു. 3 ആഴ്ച കൊണ്ട് പരിപാടി കഴിഞ്ഞു. ഇനി ഇല്ല ഇതിൽ. സോ 199 റുപ്പീസിന് ഇത് വർത്താണെന്ന് ചോദിച്ചാൽ അറിയില്ല.
നോർമൽ ലിപ് ബാം യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാം. പിഗ്മെൻറ്റേഷൻ ഭയങ്കരമായിട്ടൊന്നും കുറയ്ക്കുന്നില്ല. ഈ നന്നായിട്ട് പിഗ്മെൻ്റ് ചെയ്ത ആൾക്കാർക്കൊക്കെ ഇത് വർക്കാവുന്നത് പോലും അറിയില്ല. സോ എന്നെ സംബന്ധിച്ച് ഇതൊരു ഓക്കെ പ്രൊഡക്റ്റാണ്, ഒരു ആവറേജ് ഓക്കെ പ്രൊഡക്റ്റ്. ഇതിൽ ക്ലെയിം ചെയ്യണ പോലത്തൊന്നും ഭയങ്കരമായിട്ട് ഇത് പിഗ്മെൻറ്റേഷനൊന്നും കുറയ്ക്കുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ SPF 30 ഒക്കെ ഉണ്ട്. ടാൻ സൺ പ്രൊട്ടക്റ്റഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതുവരെ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ അത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Bye.